എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി.ജെ.പി ഇന്ന് ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ബി.ജെ.പി നേരിട്ടോ ബി.ജെ.പിയുടെ സഖ്യ സർക്കാരുമായിട്ടാണ് ഈ 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. 2019 പാർലമെൻറ്റ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയത്ത് അമിത്ഷാ ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ബി.ജെ.പി പരിപൂർണ്ണ അതിൻ്റെ വളർച്ച ബി.ജെ.പിയുടെ വളർച്ച പൂർണ്ണതയിൽ എത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, കേരളം ഈ 4 സംസ്ഥാനത്തിൽ ഭരണത്തിൽ വന്നാൽ മാത്രമേ ബി.ജെ.പി അതിൻ്റെ വളർച്ച പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ പറ്റൂ എന്നാണ് അന്ന് അമിത്ഷാ ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ ഒഡീഷ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. 2024 നടന്ന ലോക്സഭാ ഇലക്ഷൻ്റെ കൂടെയാണ് ഒഡീഷയിലേക്കും ഇലക്ഷൻ നടന്നത്. അവിടെ ബി.ജെ.പി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. ബാക്കിയുള്ളത് ബംഗാൾ, തമിഴ്നാട്, കേരളം ഈ 3 സംസ്ഥാനമാണ് ബി.ജെ.പിക്ക് ഇനി മുന്നിലുള്ളത്. അതായത് ഈ 3 സംസ്ഥാനങ്ങളാണ് ബി.ജെ.പിക്ക് കിട്ടാക്കനിയായിട്ടുള്ളത്. ഒഡീഷയും ബി.ജെ.പിയുടെ കിട്ടാക്കനിയായിരുന്നു. പക്ഷേ 2024 അസംബ്ലി ഇലക്ഷനിൽ അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇനി 3 സംസ്ഥാനങ്ങളാണ് ബാക്കിയുള്ളത്. നമുക്ക് ആദ്യം ബംഗാളിലോട്ട് വരാം. ബംഗാളിലോട്ട് വരികയാണെങ്കിൽ മമതാ ബാനർജിയുടെ കീഴിൽ ബംഗാൾ അവിടെ ക്രമസമാധാനം ആകെ തകർന്നിരിക്കുകയാണ്. അവിടെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അവിടെ റേഷൻ കാർഡ് അടക്കം നൽകി വോട്ടേഴ്സ് സൈഡിൽ തിരികെ കയറ്റി മമതാ ബാനർജി അങ്ങനെയാണ് ഭരണം നിലനിർത്തുന്നത്. നമുക്കറിയാം, CPM പ്രവർത്തിച്ചിരുന്ന പഴയ തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകൾ നേരെ പോയത് മമതയുടെ കൂടെയാണ്. ഇവരൊക്കെയാണ് മമതാ ബാനർജി ഇപ്പോൾ താങ്ങി നിൽക്കുന്നത്. അവിടെ മുസ്ലിം വോട്ട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് മമതാ ബാനർജി 3ാം തവണയും ബംഗാൾ അധികാരത്തിൽ വന്നത്. 2026 ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ സുവേന്ദു അധികാരിയുടെ ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം മമതാ ബാനർജിക്കെതിരെയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി അധികാരത്തിൽ വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നമുക്കിനി കേരളത്തിലോട്ട് വരാം. കേരളത്തിൽ ബി.ജെ.പിക്ക് ഇതുവരെയായിട്ട് ആകെ ലഭിച്ചത് നേമത്ത് ഒരു MLA-യും തൃശ്ശൂർ ഒരു MP-യുമാണ് ഇതുവരെ ലഭിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇലക്ഷനിൽ കുമ്മനം രാജശേഖരൻ ആണ് നേമത്ത് മത്സരിച്ചത്. കുമ്മനം വി ശിവൻകുട്ടിയോട് മത്സരിച്ച് തോറ്റു. അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒന്നടങ്കം ശിവൻകുട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത് കുമ്മനത്തെ തോൽപ്പിച്ചു. SDP പരസ്യ പ്രസ്താവനയായിട്ട് വന്നത് നമ്മുടെ മുന്നിലുള്ളതാണ്. അതായത് കുമ്മനത്തെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ വി ശിവൻകുട്ടിക്ക് വേണ്ടി ഒന്നടങ്കം വോട്ട് ചെയ്തിരുന്നു എന്ന് SDP പരസ്യമായി പറഞ്ഞതാണ്. ഇനി തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ, തൃശ്ശൂരിൽ ഇത്തരം ക്രോസ് വോട്ടുകളെ അതിജീവിച്ചാണ് സുരേഷ് ഗോപി 75,000-നടുത്ത് വോട്ടുകൾക്ക് വിജയിച്ചത്. തൃശ്ശൂർ നിർണായകമായത് ക്രിസ്ത്യൻ വോട്ടുകളായിരുന്നു. ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു. ഒരു 70-80% ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണ് ക്രോസ് വോട്ടിങ്ങിനെ തടയാൻ പറ്റിയതും 75,000 വോട്ടിനടുത്ത് വിജയിക്കാൻ പറ്റിയതും. ഇനി നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ബി.ജെ.പി ഇനി കേരള രാഷ്ട്രീയം നേരിട്ട് നിയന്ത്രിക്കുന്നത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വമായിരിക്കും. അതായത് അമിത്ഷാ അല്ല, മോദിയാണ് നേരിട്ട് കളി നിയന്ത്രിക്കുന്നത്. ഇനി കേരളത്തിൽ 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യക്തമായ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് അമ്പേ പരാജയമാണ് എന്ന ഒരു വിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്, CPM-നുള്ളത്. സാധാരണ ജനങ്ങൾ വിലയിരുത്തുന്നത് പോലും കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ വൻ പരാജയം ആയിരുന്നു എന്നാണ് സാധാരണ ജനങ്ങൾക്ക് പോലും തോന്നുന്നത്. നമുക്കറിയാം, VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പല കാര്യങ്ങളും പറയും. അതായത് CPM-നെതിരെയും പിണറായിക്കെതിരെ പല കാര്യങ്ങളും പറയും. പക്ഷേ കർട്ടന് പുറകിൽ ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവർ തമ്മിൽ നല്ല ടേംസാണ്. കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. അതായത് VD സതീശന് പലതര ബിസിനസ് താല്പര്യങ്ങളുമുണ്ട്. അത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പിണറായിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തെറി പറയും. പക്ഷേ കർട്ടന് പിറകിൽ ഇവർ ഒറ്റക്കെട്ടാണ്. VD സതീശൻ കേരള രാഷ്ട്രീയം കണ്ട് ഏറ്റവും തറയായ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഏറ്റവും മോശമായൊരു പ്രതിപക്ഷ നേതാവാണ്. അത് കോൺഗ്രസ് അണികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലെ ബി.ജെ.പി വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ ഒരു 10, 15, 20 MLA-മാരാണ്. ബി.ജെ.പി അടുത്ത 2026 കേരള അസംബ്ലിയിൽ ഒരു പ്രതിപക്ഷം ആവാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ബി.ജെ.പി അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് 2026 ഇലക്ഷന് മുന്നേ കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖ നേതാക്കളും, അതായത് കോൺഗ്രസിൻ്റെയും CPM-ലുള്ള പല പ്രമുഖ നേതാക്കളും, മുതിർന്ന നേതാക്കളും, യുവ നേതാക്കളും ബി.ജെ.പിയിലോട്ട് വരും. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ബി.ജെ.പി നോട്ടമിടുന്ന ആൾക്കാർ. ഇതിലെ ഏറ്റവും പ്രമുഖൻ CPM-ലെ യുവ നേതാവായ M. സ്വരാജാണ്.
എം സ്വരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ SFI നേതാവാണ്, മുൻ DYFI സംസ്ഥാന സെക്രട്ടറിയാണ് എം സ്വരാജ്. എം സ്വരാജിന് CPMലെ യുവാക്കളുടെ വ്യക്തമായ സ്വാധീനമുണ്ട്. ഒരു കാലത്ത് CPMൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് വരെ പറഞ്ഞിരുന്നു എം സ്വരാജിനെ. പക്ഷേ കാര്യങ്ങൾ സ്വരാജിൻ്റെ ഭാവി തുലാസിലായത് മുഹമ്മദ് റിയാസിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചതോടുകൂടിയാണ് എം സ്വരാജിൻ്റെ ഭാവി തുലാസിലായത്. അതായത് പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ്റെ ആഗ്രഹം മുഹമ്മദ് റിയാസിനെ ഭാവി മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. അതിനുവേണ്ടി പാർട്ടിയിലെ പല യുവ നേതാക്കളെയും പിണറായി ഗ്രാജ്വലി ഇങ്ങനെ ഒതുക്കി സൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നമുക്കറിയാം, പല നേതാക്കൾക്ക് പല മുതിർന്ന നേതാക്കൾക്ക് പോലും സീറ്റ് കൊടുത്തില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ വരുവാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് പല മുതിർന്ന നേതാക്കൾക്കും നല്ല കാലിബറുള്ള നേതാക്കൾക്കും സീറ്റ് നിഷേധിച്ചത്. അതായത് പിണറായി വിജയൻ്റെ മനസ്സിൽ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കണം എന്നാണ്. അതിന് തടസ്സം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാത്തിനും വെട്ടിമാറ്റുക എന്നൊരു പോളിസിയാണ് പിണറായി വിജയനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് എം സ്വരാജിനെ പാർട്ടിയിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്തത്. സ്വരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വരാജ് നല്ലൊരു വാഗ്മിയാണ്, നല്ല വാക്ചാതുര്യമുള്ള ഒരാളാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല പ്രാസംഗികനാണ്. ചാനൽ ചർച്ചയിലൊക്കെ അദ്ദേഹം കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് എം സ്വരാജ് പല നേതാക്കൾക്കും കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അദ്ദേഹം ചോദിക്കുന്ന ക്വസ്റ്റ്യനെ ഗണ്ഡിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനത്തെ ഒരു വാക്ചാതുര്യമുള്ള ഒരാളാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാളാണ് എം സ്വരാജ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് അർഹിക്കുന്നുണ്ട്. ആക്ച്വലി എം സ്വരാജ് പാർട്ടിയിൽ ഇന്ന് എം സ്വരാജിൻ്റെ സ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ യൂട്യൂബ് ചാനൽ നോക്കി നടത്താൻ പാർട്ടി എം സ്വരാജിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എം സ്വരാജിനെ പോലെ നല്ല കാലിബറുള്ള ഒരു യുവ നേതാവിനെ പാർട്ടിയുടെ യൂട്യൂബ് ചാനൽ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. 2021 തൃപ്പൂണിത്തുറയിൽ നിന്ന് കെ ബാബുവിനെതിരെ മത്സരിച്ച് തോറ്റ ആളാണ് എം സ്വരാജ്. എം സ്വരാജിനെ അന്ന് തോൽപ്പിച്ചത് CPMകാരൻ തന്നെയാണ്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയിൽ പിണറായി വിജയനെ വ്യക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. പിണറായി വിജയൻ്റെ ആ സ്വാധീനം ഉപയോഗിച്ച് പിണറായി തന്നെ എം സ്വരാജിനെ തോൽപ്പിച്ചു. അതായത് പാർട്ടിയിൽ നല്ല യുവാക്കൾ, നല്ല ഭാവിയുള്ള യുവാക്കളെ മുഹമ്മദ് റിയാസിന് വേണ്ടി പിണറായി വിജയൻ സൈഡ് ലൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പിണറായി വിജയൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിനെ പരാജയപ്പെടുത്തി. ശരിക്കും എം സ്വരാജിനെ ഇലക്ഷന് ശേഷം എം സ്വരാജിന് മനസ്സിലായി തന്നെ പാർട്ടിക്കാരെ തന്നെയാണ് തോൽപ്പിച്ചതെന്നൊരു വിവരം എം സ്വരാജിന് കിട്ടിയിരുന്നു. പാർട്ടിയുടെ പല പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ എം സ്വരാജിന് വേദി പോലും നിഷേധിച്ചു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ്. പാർട്ടിയിൽ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളെ, നല്ല അണികൾക്കിടയിൽ യുവാക്കളുടെ സ്വാധീനമുള്ള ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എം സ്വരാജ് പാർട്ടിയിൽ കടുത്ത അതൃപ്തനാണ്. അതായത് ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുള്ളൊരു യുവ നേതാവാണ് എം സ്വരാജ്, കടുത്ത അതൃപ്തിയിലാണ്. അതായത് പാർട്ടി വിടുന്നതിനെക്കുറിച്ച് പോലും എം സ്വരാജ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം നമുക്കടുത്ത ഫ്രണ്ട്സ്, ഒരുപാട് സംഘമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നല്ല അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് എം സ്വരാജിനെ BJPയിലെത്തിക്കാൻ തകൃതിയായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കളികൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാന നേതൃത്വമല്ല. ഇത്തരം കളികൾ, അതായത് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് മാധ്യമങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേന്ദ്രം തന്നെയാണ്. നരേന്ദ്രമോദിയോ അമിത്ഷായോ നരേന്ദ്രമോദി എന്നാണ് ഇപ്പോൾ കേരളത്തിലെ കളികൾ നേരിട്ട് നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. നരേന്ദ്രമോദിക്ക് ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി തീരുമാനിച്ചു കഴിഞ്ഞു. 2026 അസംബ്ലി ഇലക്ഷനിൽ BJP അവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കണം എന്ന ഒരു തീരുമാനം നരേന്ദ്രമോദി എടുത്തു കഴിഞ്ഞു. ഇനി കേരളത്തിലെ പല ഓപ്പറേഷനുകൾ നടത്തുന്ന നരേന്ദ്രമോദി നേരിട്ടായിരിക്കും. നരേന്ദ്രമോദി നേരിട്ട് എല്ലായിടവും സംസാരിക്കണമെന്നില്ല. നരേന്ദ്രമോദിയുടെ പ്രതിനിധി, റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും സംസാരിക്കുന്നത്. അതായത് എം സ്വരാജിനെ BJPയിലെത്തിക്കാൻ തകൃതിയായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സ്വരാജ് എം നായർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞ് സംഘപരിവാറുമായി ചേർന്ന് പോകാൻ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എം സ്വരാജ് വരും ദിവസങ്ങളിൽ 2026 അസംബ്ലി ഇലക്ഷന് മുന്നേ BJP ക്യാമ്പിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം പാർട്ടിയിൽ അത്രക്കും അതൃപ്തനാണ് എം സ്വരാജ്. നമുക്ക് കാത്തിരിക്കാം. എം സ്വരാജിൻ്റെ BJP പ്രവേശനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി അടുത്തത് VT ബൽറാമാണ്. VT ബൽറാം ശരിക്കും അതൃപ്തനാണ്. തുടർച്ചയായി 2 തവണ തൃത്താല MLA ആയിരുന്നു. കഴിഞ്ഞ തവണയാണ് തൃത്താല
ബൽറാം എം പി രാജേഷിനോട് പരാജയപ്പെടുന്നത്. ഈ പാലക്കാട് ഇലക്ഷൻ BT ബൽറാം ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ പാലക്കാടിന് ഷാഫി പറമ്പിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ പുള്ളിക്കാരൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരെയും അദ്ദേഹം സൈഡ് ലൈൻ ചെയ്തിരുന്നു. അതായത് പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ BT ബൽറാം ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യം സത്യമാണ്. അദ്ദേഹത്തെ വെട്ടി ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തെ, അതായത് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ കൊണ്ട് മത്സരിപ്പിച്ചു. അതിൽ BT ബൽറാമിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒരു കാലത്ത് കുറച്ച് വർഷം മുന്നേ BT ബൽറാം CPM-ലോട്ട് സ്വിച്ച് ചെയ്യാൻ, CPM-ലോട്ട് ചാടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്ന് CPM കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അതിനെ തടയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ BT ബൽറാമും BJP റഡാറിലാണ്. BT ബൽറാമിനും BJPയുടെ താല്പര്യമുണ്ട്, BJPയുടെ വിദ്വേഷമില്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ BT ബൽറാമിൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് വിമർശിക്കുന്നത് CPM-നാണ്. അതായത് BJP-യോ സംഘപരിവാർ പ്രസ്ഥാനത്തെയോ അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് വിമർശിക്കുന്നതായി കാണുന്നില്ല. BT ബൽറാമുമായിട്ട് കേരളത്തിലെ BT ബൽറാമിനും BJP പാളയത്തിലെത്തിക്കാൻ ചർച്ച നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. BT ബൽറാമും BJP പാളയത്തിലും എത്തും എന്ന് തന്നെയാണ് വിവരം. ഇനി മൂന്നാമതായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി MLA ആണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ ഈ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കോൺഗ്രസ് നേതാക്കൾ ആരും വിലക്കെടുക്കുന്നില്ല. അദ്ദേഹവും പാർട്ടി സ്വിച്ച് ചെയ്യാനുള്ള തീരുമാനം എടുത്തു എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ട്. അനിൽ ആന്റണിയും പലതവണയായിട്ട് ചാണ്ടി ഉമ്മനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചാണ്ടി ഉമ്മന് മനസ്സിലായി അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ചാണ്ടി ഉമ്മൻ. അതായത് ഡൽഹിയിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം കൂടെ ഇടപഴകുന്ന മിക്ക ആൾക്കാരും BJPയും സംഘപരിവാർ അണികളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതും അദ്ദേഹത്തിൻ്റെ ബൈ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ അതും BJPയിലൂടെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനും അത് ഗുണം ചെയ്യും എന്നൊരു തിരിച്ചറിവാണ് ചാണ്ടി ഉമ്മനും BJP പാളയത്തിലേക്ക് ചാടാനുള്ള ഒരു പ്രേരണ. അനിൽ ആന്റണി ആദ്യം പറഞ്ഞ മാതിരി അനിൽ ആന്റണി പലതവണ ചാണ്ടി ഉമ്മനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല അച്ചു ഉമ്മനും BJP റഡാറിലുണ്ട്. അതായത് 2026 കേരള അസംബ്ലി ഇലക്ഷന് മുന്നേ ചാണ്ടി ഉമ്മനും അച്ചു ഉമ്മനും ഈ ഉമ്മൻചാണ്ടി കുടുംബം മൊത്തം BJPയിൽ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. നമുക്കറിയാം BJPക്ക് കളിക്കാനറിയാം. BJP ഇത്തരം നേതാക്കളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ചാണ്ടി ഉമ്മനും അച്ചു ഉമ്മനും BJPയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി BJP ഏറ്റെടുക്കും. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വെച്ച് കേരളം മൊത്തം BJP പ്രചരണം നടത്തും. BJP അതിനെ ഉപയോഗിക്കും. BJPക്ക് അറിയാം എങ്ങനെ കളിക്കണമെന്ന്. അപ്പോൾ കേരള രാഷ്ട്രീയം പിടിക്കാൻ തന്നെ BJP തീരുമാനിച്ചു. 2026 അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയായി BJP വളർത്താൻ BJP കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് കളികൾ നിയന്ത്രിക്കുന്നത്. പാലക്കാട് ബൈ ഇലക്ഷന് ശേഷം ഇവിടെ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറും. നമുക്കറിയാം 2025 ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ കേരള രാഷ്ട്രീയം കലങ്ങും. കേരള രാഷ്ട്രീയം ഉഴുതുമറിക്കുന്ന പല തീരുമാനങ്ങളുമായിട്ട് BJP മുന്നോട്ട് വരും. നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് യുവ നേതാക്കളുമായി BJP നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. CPM-ലെയും കോൺഗ്രസിലെയും അതൃപ്തരായ ഒരുപാട് യുവ നേതാക്കളുമായി BJP ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരൊക്കെ BJP ക്യാമ്പിലെത്തിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. നമുക്ക് കാത്തിരിക്കാം. ഇവരൊക്കെ ഇത്തരം യുവാക്കളെ BJPയിലോട്ട് കൊണ്ടുവരുന്നതും BJP ശക്തിപ്പെടുന്നതും കേരളത്തിൽ BJP ഒരു പ്രതിപക്ഷ പാർട്ടി വളരുന്നതും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.